മെമ്മോറിയൽ സംഘടിപ്പിച്ച സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് 2025 സീസൺ 3 എന്ന പരിപാടിയുടെ ഭാഗമായാണ് മിസ്റ്റർ സുബിൻ രാജുവിന് സക്സസ് കേരള ക്രിയേറ്റീവ് എക്സലൻസ് ഓഫ് ദ ഇയർ അവാർഡ് നൽകി ആദരിച്ചത്. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജെ ചിഞ്ചുറാണി ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. വി കെ പ്രശാന്ത് MLA എക്സലൻസ് സർട്ടിഫിക്കറ്റ് കൈമാറി. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചിഞ്ചുറാണിയും ചേർന്ന് നിർവഹിച്ചു. മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള, വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, പാഴ്സ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിത ജിനാൾ, കൗൺസിലർ പാളയം രാജൻ, ജസ്റ്റിൻഡ മോറിസ്, സിനി ആർട്ടിസ്റ്റ് മായ സുബു, രഞ്ജിത്ത് കൊല്ലങ്കോണം എന്നിവർ ചടങ്ങിൽ ഹായ്, എൻ്റെ പേര് സുബിൻ. ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ട്രയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രോപ്പർ സ്ഥലം കുണ്ട്രയിൽ മുഴുവനാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പോൾ എല്ലാവരുടെയും ഈ ഒരു ഫേസിലാണെങ്കിൽ ഒരു എൻ്റെ കണക്കോലെ ഈ ഒരു എന്നേക്കാൾ നല്ലതായി ഒന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് പറയാൻ പറ്റുമായിരിക്കും. കാര്യം പലരും ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ ഭയങ്കര സാഡായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഫേസിലാണെങ്കിൽ ഒരു ഹാപ്പിനെസ്സിൽ. എൻ്റെ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻറ്റ് മാനേജ്മെൻ്റ് ആണ്. കാറ്ററിംഗ് ആൻഡ് ഡെക്കറേഷൻ എന്ന ഒരു സംരംഭമാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായി എനിക്ക് ഈ ഒരു വേദി ഒരുക്കി തന്നതിന് നന്ദി ആദ്യം ഞാൻ പറയുന്നു. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത്, വിജയനും ദാസനും പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലാണ് എനിക്ക് ഇറക്കി തിരിഞ്ഞിരിക്കുന്നത്. ഞാൻ 2016 ഈ ഒരു സംരംഭം ആണെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടപ്പിലാണെങ്കിൽ അത് എൻ്റെ കൂടെ ആണെങ്കിൽ പേരൻസ് ആയാലും എല്ലാം നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മളൊരു കല്യാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്കത് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഒരു ടീമിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നമ്മൾ നല്ലൊരു ടീമിനാണെങ്കിൽ പണ്ട് മുതലേ ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന പലയിടത്തിൽ നിന്ന് കഴിക്കുന്ന ഫുഡുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. കാര്യം ഓരോ ദിവസവും കഴിയുന്തോറും ആണെങ്കിൽ ഓരോരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ A to Z ആണെങ്കിലും ഒരു വെഡിങ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡ്രസ്സ്, അതിൻ്റെ ഗോൾഡ്, അതിൻ്റെ ഫുഡ്, ഡെക്കറേഷൻ, ആ ഒരു കസ്റ്റമറിന് എങ്ങും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഞാനത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടേ അല്ല. കാര്യം നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കൊടുക്കുക, ആ ഒരു ഫുഡ് കൊടുക്കുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലും, അതിപ്പോൾ ഒരു സർവീസുകളാണെങ്കിലും നമ്മളത് കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു കസ്റ്റമർ ഓർത്തിരുന്ന് നമ്മളെ വിളിക്കണം. ഒരു സമയത്താണെങ്കിൽ ഒരു മാസത്തിൽ ഒരു വർക്ക് ഞാൻ ചെയ്തു തോന്നുന്നു. ആ ഒരു വർക്കിൽ കണ്ടതിന് ശേഷം, ആ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മളെ ഒരു കസ്റ്റമർ വിളിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആ ഫുഡും A to Z ഞങ്ങൾ അറേഞ്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. അത് അത്രയാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതലാണെങ്കിൽ ഒരു ഹാപ്പിനെസ് ആണ്. ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഞാൻ ഇന്ന് വരെയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഈ ഒരു ബിസിനസ്സിൽ ആണെങ്കിൽ എൻ്റെ ഈ ഒരു കാറ്ററിങ്ങിൻ്റെ മേഖലയിലായാലും എനിക്ക് മെയിനായിട്ടാണെങ്കിൽ ഒരു എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധത. ആ ഒരു കാര്യമാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് നോക്കുന്നതും എല്ലാം. നമ്മൾ പുറമേ ആണെങ്കിൽ ഒരുപാടാണെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ പലരും റേറ്റ് കുറച്ചാണെങ്കിൽ ചെയ്യാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അത് നോക്കാറില്ല. ഞാൻ ഒരു പ്രോഗ്രാം എഗ്രിമെൻ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ തന്നെ ആണെങ്കിൽ നമ്മളെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ടൈമിലാണെങ്കിൽ ഞാൻ റെഡിയായി, എനിക്കത് കിട്ടുമോ, പ്രോഗ്രാം കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മറിച്ച് ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഞാൻ അവിടെ ആ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ കസ്റ്റമർ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ 100% ആ വർക്ക് എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ്.
ആ ഒരു സുബിൻ നല്ല രീതിയിൽ ചെയ്യും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നതും കുറേ കസ്റ്റമറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു സമയത്തും എന്നെ ഇവിടെ എത്തിച്ചതും എല്ലാം. ഞാൻ ഈ ഒരു 2016 ഞാൻ ഈ ഒരു ഫീൽഡിലാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലേ ആണെങ്കിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ 10 പേർക്കാണെങ്കിലും 20 പേർക്കാണെങ്കിലും ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കും. കൊറോണ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഒരുപാട് ഡൗൺ ആയിരുന്നു. പക്ഷേ ഞാനത് ഏറ്റവും കൂടുതൽ പിടിച്ച് നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീടുകളിൽ നിന്നും ഓർഡറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഓർഡറൊക്കെ തന്നു കഴിഞ്ഞാൽ തന്നെ അത് ചെയ്യത്തില്ല എന്നുള്ള ആ ഒരു മൈൻഡ് മാറ്റിയതിന് ശേഷം ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ആ സമയത്ത് ഞാൻ കുക്കിങ് ചെയ്യുന്നതും നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം അതിനനുസരിച്ചാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നത്. അത് ആ ഒരു ടൈമിലാണെങ്കിൽ പല എടുത്തും പല ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടി ഒക്കെ ഇട്ടേക്കുവാണ്. കാര്യം ഒരുപാട് ഗസ്റ്റിനെ ഒന്നും അറേഞ്ച് ചെയ്യാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ആണെങ്കിൽ വെളിയിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കി വരുവാണെങ്കിൽ തന്നെ ആണെങ്കിൽ നമ്മളത് ചെയ്യുന്ന ഗോഡൗണിൽ തന്നെ ആണെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പലയിടത്തും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടും ക്വാണ്ടിറ്റിയോടെയും നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടും നല്ല രീതിയിലാണെങ്കിൽ എൻ്റെ ഒരു സംരംഭം നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.